ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജീനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, കായിക മത്സരങ്ങൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നൊരു വീഡിയോ ആണെന്ന്. ഇന്ന് നമ്മളുടെ മലയാളി അസോസിയേഷൻ്റെ സ്പോർട്സ് ഡേ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരേക്കും പങ്കെടുത്തിരിക്കുന്ന ഓരോ മത്സരങ്ങളുടെ കൊച്ചു കൊച്ചു വീഡിയോസാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും മലയാളികൾ തന്നെയാണല്ലോ. അപ്പോൾ നമ്മളുടെ മലയാളികൾ ഒത്തുകൂടിയിട്ട് നമുക്ക് വർഷത്തിലൊരിക്കലുള്ള ഒരു സ്പോർട്സ് ഡേ ആണ്. നമുക്ക് അല്ലാതെ ക്രിസ്മസിനും ഓണത്തിനും ഈസ്റ്ററിനൊക്കെ നമ്മൾ പ്രോഗ്രാമുകൾ വെക്കാറുണ്ട്, അതുപോലെ ആർട്സ് ഡേ ഒക്കെ വെക്കാറുണ്ട്. സ്പോർട്സ് ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വർഷത്തിൽ ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ 2024 നമ്മുടെ സ്പോർട്സ് ഡേ ഇന്നായിരുന്നു. അപ്പോൾ അതിൽ നമ്മളുടെ കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആളുകൾ വരേക്കും പങ്കെടുക്കുന്ന ഓരോ കാഴ്ചകൾ നമ്മളുടെ മനസ്സിന് ഒരു ചെറിയ സന്തോഷമൊക്കെ കിട്ടുന്നൊരു സമയമല്ലേ നമ്മൾ ഈ സ്പോർട്സ് ഡേ എന്നൊക്കെ പറയുന്നത്. സ്പോർട്സ് ഡേ ആയാലും ആർട്സ് ഡേ ആയാലും നമ്മളുടെ കഴിവുകൾ നമുക്ക് പുറത്തെടുക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണിത്. അപ്പം ഇന്ന് നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ നമ്മളവിടെ എല്ലാവരും എന്താ പറയുക സന്തോഷത്തോടു കൂടി ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അതിൽ വിന്നാവുകയും അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയൊക്കെ ചെയ്യുന്നതിനുള്ളൊരു അവസരമായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇന്നത്തെ കാലാവസ്ഥ നമുക്ക് അത്ര അനുകൂലമായിരുന്നില്ല കേട്ടോ. ഒന്ന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് വെച്ച് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന മത്സരങ്ങൾ കുറച്ചൊക്കെ നമുക്ക് നടത്താൻ പറ്റിയില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു തടസ്സങ്ങളും കൂടാതെ നമ്മൾ ഹോളിനകത്ത് വെച്ചിട്ട് പല വിധത്തിലുള്ള മത്സരങ്ങൾ നടത്തിയിരുന്നു കേട്ടോ. മിഠായി പറക്കലും, കസേര കളി, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, പിന്നെ വൈഫിനെ ഹസ്ബൻഡ് സാരി ഉടുപ്പിക്കൽ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നല്ല അടിപൊളി മത്സരങ്ങൾ നമ്മൾ ഹോളിനകത്ത് വെച്ച് നടത്തിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ഒരു ഇത് തോന്നിയില്ല. നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ നന്നായിട്ട് പറ്റി. മഴയായിരുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് ആർക്കും ഒരു വിഷമോ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നല്ല അടിപൊളി മത്സരങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് മത്സരങ്ങളൊക്കെ കാണാം. പിന്നെ മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും പുറത്ത് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി കേട്ടോ. അത് നമ്മൾ ഷോട്ട് പുട്ട്, അത് 19 വയസ്സിന് മുകളിലുള്ളവർക്കായിരുന്നു. അപ്പോൾ അതിൽ അത് മെൻസിനും വുമൻസിനും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സ്ട്രെസ്സൊക്കെ മറന്ന് എല്ലാവരും അതിനകത്ത് പങ്കെടുത്തു കേട്ടോ. നമുക്ക് ജോലിയുടെയൊക്കെ ആ ടെൻഷനും ആ ഒരു സ്ട്രെസ്സൊക്കെ മറന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇതിലായിട്ട് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. 1 2 3 വെളിയിൽ പോകരുത്. വെളിയിൽ പോയാൽ നിങ്ങൾ ഔട്ടാവും. നിങ്ങൾ സ്ലോലി ചെയ്യാതെ നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾ ഒരുപാട് കോരി ഒഴിക്കണ്ട. ലോജിക്കലി ഇതിനകത്തെല്ലാം ടാസ്ക് ആണ്, ഐഡിയ ആണ് നിങ്ങളുടെ. നമ്മൾ ഇതിനകത്ത് എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പല വീഡിയോസും മിസ്സായിട്ടുണ്ട്. നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു അവസരം നമ്മുടെ മക്കൾക്കും നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റിയതിന് ഇങ്ങനൊരു അവസരം നമുക്ക് സ്പോർട്സ് ഡേ നമുക്ക് നൽകിയ മലയാളി അസോസിയേഷൻ അതിനകത്ത് എഫർട്ട് എടുത്ത എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണാം. ബായ്.